പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മിക്കുനെ കൂട്ടാൻ പോകുന്ന അംഗനവാടിയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15 പതിയെ നടക്കണം, 15 മിനിറ്റോളം ഉണ്ട് കേട്ടോ. മീൻസ് ഞങ്ങൾ രാവിലെയും വൈകുന്നേരമൊക്കെ തിരക്കിട്ട് നടക്കുന്ന സമയത്ത് 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തലും ഉണ്ട്, അംഗനവാടി എത്തലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ അങ്ങനെ ഷെയ്ക്കാകുന്നതൊന്നും വിചാരിക്കേണ്ട. എനിക്ക് റോഡിലൂടെ ഞാൻ ക്യാമറ ഇങ്ങനെ പൊക്കി പിടിക്കേണ്ട, ഫോൺ ഇങ്ങനെ പൊക്കി പിടിക്കേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനെന്താ വെച്ചാൽ കയ്യിലിങ്ങനെ ഓണാക്കിയിട്ട് നമ്മൾ സാധാ ഫോൺ കയ്യിൽ പിടിക്കും പോലെ അങ്ങനെ ഓണാക്കിയിട്ട് പിടിച്ചതാണ്. അങ്ങനെ എൻ്റെ മൂത്ത മോൾ പഠിച്ചിരുന്ന സമയത്ത് ഇത്ര ദൂരത്തേക്ക് പോകേണ്ടില്ലായിരുന്നല്ലോ കേട്ടോ അംഗനവാടിയിലേക്ക്. അതിൻ്റെ പകുതി ഒരു 5 മിനിറ്റ് കൊണ്ട് എത്തുമായിരുന്നു. കാരണം ഇവർ വാടക കെട്ടിടത്തിലാണ്, ഇപ്പോൾ 3-ാമത്തെയോ 4-ാമത്തെയോ സ്ഥലത്താണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതാ ഏകദേശം അംഗനവാടീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ സൈഡ് കണ്ട തോരണമല്ലേ, അത് അന്ന് പ്രവേശനോത്സവത്തിന് വേണ്ടിയിട്ട് കെട്ടിയിട്ടുള്ള തോരണമാണ്. അപ്പോൾ അംഗനവാടിയിൽ ഞാൻ എത്താൻ വേണ്ടി ലേറ്റായിപ്പോയി. 3:35 3:30 വിടും. അപ്പോൾ മോളും പിന്നെ ചേച്ചീൻ്റെ മോനും ഉണ്ട്, ടീച്ചറും മാത്രമല്ല, എല്ലാവരും പോയി. ശരിക്കും ഞാൻ മാത്രമേ വണ്ടിയിൽ വരാത്തുള്ളൂ, ബാക്കി എല്ലാവരും വണ്ടിയിൽ വരുന്നവരാണ്. പിന്നെ ദൂരമാണ് എനിക്ക്. അപ്പോൾ മോൾ ചെരുപ്പൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ടീച്ചർക്ക് എന്തോ വർക്ക് ഉണ്ടെന്ന് തോന്നുന്നു, ടീച്ചർ അവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ ടീച്ചറെ ബുദ്ധിമുട്ടാക്കണ്ടാവും വിചാരിച്ചു ചേച്ചീൻ്റെ മോനെയും ഞാൻ കൂട്ടിയിട്ട് അവർ ഓട്ടോയിൽ വരുമ്പം വഴിയിൽ നിന്ന് അവിടെ കട ഉണ്ട്, എനിക്കെന്തായാലും കടയിൽ കയറാനുണ്ട്, അപ്പോൾ അവിടെ നിർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം മോൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടേ, ലേറ്റാവും വരാൻ വേണ്ടിയിട്ടെന്ന്. അങ്ങനെ ഞങ്ങൾ 3 കൂടെ നടന്നു. ആളെൻ്റെ അടുത്ത് അങ്ങനെ മിണ്ടുന്നൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുള്ളൂ, അപ്പോൾ അത്ര പരിചയമില്ല. കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ചേച്ചിക്ക് ജോലി ഉള്ളതുകൊണ്ട്, ജോലിക്ക് പോകാനുള്ളതുകൊണ്ട് ചേച്ചി മക്കളെ ആരും നോക്കാനില്ല, അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച. രണ്ടാളും വൈകുന്നേരം വരെ എൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ മോളെന്തൊക്കെയോ പറയുന്നുണ്ട്, ആൾ തിരെ മിണ്ടുന്നില്ല. അപ്പോൾ വഴിയിൽ കാറുകൾ നിർത്തിയിട്ടിട്ടുണ്ട്, ഞാനത് എണ്ണാനൊക്കെ പറയാം, ആൾ തിരെ മൈൻഡാക്കണേ ഇല്ല. ഞാൻ പറയുമ്പോൾ ഇടയ്ക്കൊന്നും എന്നെ നോക്കുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഇവിടെ കടയിലേക്ക് ഒരു 2-3 മിനിറ്റ് ഉണ്ട്, അവിടെ ഒരു അടച്ചിട്ട ഒരു കട ഉണ്ട്, അപ്പോൾ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് ഞാൻ കൂട്ടുന്ന സമയത്ത് അവിടെ നിർത്തലാണ്. അപ്പോൾ ഈ ഒരു വഴി കണ്ടോ, ആ വഴി കൂടെ ഷോർട്ട് കട്ട് ഉണ്ട്, ഞങ്ങൾക്ക് കുറച്ചൊന്ന് അവിടേക്ക് എത്തും. ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ വഴി കൂടെ ഇവരടുത്ത് ഓരോന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. മോളെന്തൊക്കെയോ പറയുന്നുണ്ടെന്നല്ലാതെ ആളൊന്നും പറയുന്നില്ല. അപ്പം കുറച്ച് സമയം നിന്നാൽ ചിലപ്പോൾ, പക്ഷെ അന്ന് ഞാൻ പറഞ്ഞില്ലേ ശനിയാഴ്ച ഒരു ദിവസം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. മൂത്ത കുട്ടി നന്നായിട്ട് വർത്തമാനം പറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾ എൻ്റെ അടുത്ത് അത്ര ഇണങ്ങുന്നൊന്നുമില്ല. ഞാൻ ഫുഡ് കഴിക്കാൻ കൊടുത്തിട്ട് ആകെ, പക്ഷെ മോളോട് നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കാറ് അതും ഇതൊക്കെ എണ്ണിക്കൊണ്ട് അവരിങ്ങനെ നിർത്തുക. ആളെ മനസ്സിൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, അമ്മയൊന്ന് പെട്ടെന്ന് വന്നാൽ മതിയേ എന്നുള്ളത്, ഞാനാണല്ലോ കൂടെ ഉള്ളത്. അങ്ങനെ അവന് റോട്ടിലേക്ക് ഓരോ വണ്ടി വരുമ്പോഴും ഓട്ടോ വരുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അവൻ്റെ അമ്മയാണോ വരുന്നത്. കാരണം സാധാരണ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് ചേച്ചി വരുന്നതാണ്. ഇന്ന് കുറച്ച് ലേറ്റാവും, പണി കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു, അപ്പോൾ ലേറ്റാവും. ഇത് ഒന്നും തോന്നണ്ട കേട്ടോ, ഞാൻ വീഡിയോൻ്റെ മോഡ് മാറിക്കിടക്കുകയാണ്. ഞാൻ കയ്യിൽ വെച്ചിട്ടല്ലേ, ഞാൻ നോക്കണില്ലല്ലോ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന്, അതാണ് ഇങ്ങനെ വന്നത് കേട്ടോ. അപ്പം ഇതാണ് കട. അങ്ങനെ രണ്ടുപേരും റോട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഇത് ചെറിയൊരു അങ്ങാടി കേട്ടോ, ഒരു ജംഗ്ഷനാണ്. അപ്പോൾ എനിക്ക് ആ കടയിൽ, അപ്പുറമുള്ള കടയിൽ പോയിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ചേച്ചി വരുമോ, അതിനിടയ്ക്ക് ഞാൻ അങ്ങോട്ട് കടന്നാൽ പോരാത്ത ഇങ്ങനെ ബൈക്കും ഓട്ടോയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരെയും കൂടെ കൊണ്ടുപോകാൻ എനിക്കൊരു ധൈര്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ തന്നെ നിൽക്കാൻ പോയിരുന്നെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമായിരുന്നു, പക്ഷേ എനിക്കൊരു ധൈര്യമില്ല. നമ്മളെ ഏൽപ്പിച്ച ചേച്ചിയുടെ കുട്ടിയാണെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചല്ലേ, അപ്പോൾ സേഫായിട്ട് നമ്മളെ ഏൽപ്പിക്കണ്ടേ. അങ്ങനെ ഇവർ രണ്ടും കൂടെ ഇവിടുന്ന് കളിക്കാനുള്ള പ്ലാനൊക്കെയാണ്. മോളുമായിട്ട് നല്ല കൂട്ടാവും കേട്ടോ പെട്ടെന്ന്. അപ്പോൾ അവരിങ്ങനെ ഓരോ കളിക്കാൻ ഞാൻ വീഴരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് വീട്ടിലെത്തിയാൽ മോള് വരും, അപ്പോൾ ഓരോ കാര്യം ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചി ഫോൺ എടുക്കണില്ല, കുറച്ചങ്ങ് ലേറ്റായിട്ടോ. അങ്ങനെ അവർ ഉള്ള സമയം അവിടെ ഇരുന്ന് കളിച്ച്, മോക്കാണെങ്കിൽ പ്രത്യേകിച്ച് ആരെങ്കിലും കിട്ടിയാൽ വിടില്ല. മോളെ ഫ്രണ്ട്സ് ആയാലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പോകണ്ടെന്ന് പറഞ്ഞ കാര്യം, കാരണം
ആരെയും കാണാതെ ഞാനും അവളുടെ അച്ഛനും അച്ഛമ്മ അങ്ങനെ കുറച്ച് ആൾക്കാരുടെ ഇടയിൽ മാത്രം കളിക്കുന്നതുകൊണ്ടായിരിക്കും. അതുപോലെ അംഗനവാടി പോകുന്ന കാര്യമായാലും ലീവ് ആക്കുന്ന കാര്യത്തിലൊന്നും ഇഷ്ടമല്ല. വയ്യെങ്കിൽ മാത്രം പോയില്ല എന്ന് പറയാറില്ല, പോയില്ല എന്നുള്ള വാക്കൊന്നും പറയില്ല കേട്ടോ. ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ഓരോ വണ്ടി വരുമ്പോൾ ഞാനും ആകാംക്ഷയോടെ നിൽക്കുകയാണ്, ചേച്ചി വരുമായിരിക്കും എന്ന് വെച്ചിട്ട്. അപ്പോൾ അവിടെ ആ കടയിലൊക്കെ അവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവർ വിചാരിക്കുന്നുണ്ട് എന്താ ഇപ്പോഴത്തെ കാലം അങ്ങനെയാണല്ലോ, 2 കുട്ടീനെയും കൊണ്ട് നിൽക്കണം. കാരണം സാധാരണ എൻ്റെ കൂടെ ഈ കുട്ടീനെ കാണാറില്ല ആൾക്കാർ. അപ്പോൾ അവരിങ്ങനെ നോക്കുന്നുണ്ട്, മക്കളെ വെച്ച് ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് കുറേ സമയം ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ഏകദേശം ചേച്ചി വന്നിട്ടോ, ഞാൻ വീഡിയോ എടുത്തതാണ്, ഫോട്ടോ ആയിപ്പോയി. അപ്പോൾ ചേച്ചി വന്ന ഫോട്ടോ ആണത്. അങ്ങനെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഞാനും മോളും കൂടെ കടയിലേക്ക് വന്നു. അങ്ങനെ കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഈ കടയിൽ കയറുന്നത് എന്തെങ്കിലും അല്ലറ ചില്ലറ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ വൈകുന്നേരം മോളെ കൊണ്ടുവരുമ്പോൾ ഈ കടയിലേക്ക് വരുന്നത് കേട്ടോ. വരുന്ന സമയത്ത് ഒന്നുകിൽ ഡയറി മിൽക്ക് അല്ലെങ്കിൽ കിറ്റ്കാറ്റ്, ഇത് ഇല്ലെങ്കിൽ അത് ദുശീലാണെന്ന് അറിയാം. പക്ഷേ ആളെടുത്ത് നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റും. കാരണം പിന്നെ 10 മിനിറ്റോളം നടക്കുകയും വേണം, ഭയങ്കര വാശിയായിരിക്കും. അപ്പോൾ റോട്ടിൽ നിന്ന് തന്നെ പൊട്ടിച്ച് തരാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുകയാണ്. അപ്പോൾ എൻ്റെ കവറിലുള്ള ഓരോ കാര്യങ്ങളെ പറ്റി അങ്ങനെ പറയാണ്, എനിക്ക് തയ്ക്കാനാണ്, ബിസ്ക്കറ്റ് അച്ഛന് കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വേറൊരു കാര്യം, അച്ഛനെ ഭയങ്കര കാര്യം കേട്ടോ, എന്നെക്കാളും കാര്യമാണ്. ഞാൻ അമ്മയാണ്, പക്ഷേ അച്ഛനെ ഭയങ്കര കാര്യമാണ്. മൂത്ത ആൾ അങ്ങനെയല്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇത് പൊട്ടിച്ച് കൊടുത്തതിന് ശേഷം റോട്ടിലൂടെ കോളേജ് പിള്ളേരും അതുപോലെ സ്കൂൾ പിള്ളേരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കാണുന്നുമുണ്ട്, അവരൊക്കെ നോക്കുകയും ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മോളുടെ അടുത്ത്, നമ്മളിങ്ങനെ പോയാൽ രാത്രി ആയാലും വീട്ടിലെത്തൂല എന്ന്. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് വേറൊരു സംഭവം ഉണ്ടായിട്ടോ. ഒരു പട്ടി മോളെ നേരെ വന്ന് ഇങ്ങനെ ഒരു ബൈക്കിലുള്ള ഞങ്ങളറിയുന്ന ആൾക്കാർ തന്നെയാണ്. അവർ വന്ന് തെളിച്ചുകൊണ്ട് എൻ്റെ കയ്യിലാണ് സാധനങ്ങളും കുടയൊക്കെ ഉണ്ട്, എന്താ ചെയ്യേണ്ടതെന്നായിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഏകദേശം വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തുന്നതിന് മുമ്പ് ബാഗൊക്കെ അയച്ച് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ട് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ പട്ടി ഇനിയും വരും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ വേഗം നടന്നു കേട്ടോ. അപ്പോൾ മഴ ആയിട്ട് മുറ്റത്തും ഇടയിലൊക്കെ ചളിയുണ്ട്. അങ്ങനെ ഞാൻ കലായൊക്കെ കഴുകിയിട്ടിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അലക്കി വെച്ച തുണിയുണ്ട് ബക്കറ്റിൽ, കാരണം വെയിലില്ലല്ലോ, പിന്നെ എവിടെ ഇടാനാ, എല്ലാം ബക്കറ്റിൽ തന്നെ. അങ്ങനെ ഞങ്ങൾ കാലൊക്കെ കഴുകിയിട്ട് കൊലയിലേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ വാശി പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് എന്താ അറിയില്ല, ചില ദിവസങ്ങളിൽ അങ്ങനെ ഒരു വാശി ഉണ്ടാവാറുണ്ട്. അങ്ങനെ കൊലയിൽ സൈക്കിൾ കയറ്റി വെച്ചത് പിന്നെ മുറ്റത്ത് വെക്കാൻ, മഴ കൊള്ളാതെ വെക്കാനും സ്ഥലമല്ല. സാധാരണ ഷീറ്റ് കെട്ടാറുണ്ടായിരുന്നു, ഇത്തവണ ഷീറ്റൊന്നും കെട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ രാത്രി അകത്തേക്കും വയ്ക്കും, കാരണം ആരെങ്കിലും എടുത്ത് ഓപ്പണായിട്ട് കിടക്കുന്ന മുറ്റാണ്. അപ്പോൾ ആരെങ്കിലും എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ചില ഒരു സമയത്ത് ഇവിടെ കള്ളന്മാരെ ശല്യം കൂടുതലൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഇപ്പം ഞങ്ങളിതാ അവിടെ എത്തി. കാല് കഴുകി കയറാൻ പറഞ്ഞിട്ടും കാലൊക്കെ കഴുകും, പക്ഷേ ചെറിയ ചെറിയ വാശികൾ കാണിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.